ബീട്രൂട്ട്, തൈര്, വെളിച്ചെണ്ണ, മുളക്, ഇഞ്ചി, കടുക്, വേപ്പില, ഉപ്പ്, തേങ്ങ. ഇത്ര സാധനങ്ങളാണ് ഇതിന് ഉണ്ടാക്കുക. ബീട്രൂട്ട് നമുക്ക് ഇനി ഗ്രേറ്റ് ചെയ്യാം. ചിരകിയ ശേഷം ഇനി നമുക്ക് ബീട്രൂട്ട് വേവിക്കാം. ഇനി ഇതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിക്കും. നമുക്കിത് അളക്കാം. ആ സമയത്ത് കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കുന്ന മുമ്പ് നമുക്ക് ഇത്തിരി ഒരു ഉപ്പിടാം. കുറച്ചിട്ടാൽ മതി. ഇനി നമുക്കിത് അളക്കാം. ഇനി നമുക്ക് ഇത് വെന്ത് അടക്കി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങളാണ് തേങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, വെളിച്ചെണ്ണ, മുളക്, ഇഞ്ചി, മുളക്, വേപ്പില, തേങ്ങ. ഇനി നമുക്കിത് അടിച്ചെടുക്കാം. ഇനി നമുക്കിത് അരയ്ക്കാം. ഇനി അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിക്കുക. ഇനി വീണ്ടും നമുക്ക് അരയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ആവിയൊക്കെ വന്നിട്ട് ഇത്തിരി നേരം ഇളക്കി കൊടുക്കും. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കാം. നല്ല മണമുണ്ട് കേട്ടോ. നല്ലപോലെ നമുക്ക് ഇനി അടച്ചു കൊടുക്കാം. അധികം ചൂടാവാണ്ട, ഇത്ര ചൂട് മതി. നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. പിങ്ക് കളറിൽ വരുന്നത്. ഇനി നമുക്ക് കടുക് വറക്കാം. അതിനായി നമ്മള് കടുക് വറക്കുന്നതിന് മുമ്പ് നമുക്ക് ഉപ്പിട്ട് നോക്കി നോക്കാം.
ഉപ്പൊക്കെ പാകാണ്. ഇനി നമുക്ക് കടുക് വറക്കാം. കടുക് വറുത്ത ഒരു പാൻ എടുക്കുക. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ഇത്തിരി വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പിലല്ല, കടുക് കുറച്ചിട്ട് കൊടുത്താൽ മതി. ചൂടായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബീട്രൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഓഫ് ചെയ്യാം. പൊട്ടി ഉടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇത്തിരി കൂടി ചൂടായി തുടങ്ങിയിട്ട് ഇത്തിരി കൂടി നേരെ എടുത്തിട്ട് നമുക്ക് കൂട്ടി. പൊട്ടി ഉടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇത്തിരി വേപ്പില ഇട്ട് കൊടുക്കാം. നല്ല പൊരി പൊട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഇളക്കി കൊടുക്കാം. നന്നായി പൊട്ടിയിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാം. സെറ്റായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നല്ല മണ്ണടിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബീട്രൂട്ട് എല്ലാം റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വീട്ടില്.